പ്രേക്ഷക പ്രിയ പരമ്പരകൾ പുതിയ സമയമാറ്റത്തോടെ ചട്ടമ്പിപ്പാറു എല്ലാ ദിവസവും രാത്രി 7 മണിക്കും കന്യാദാനം രാത്രി 7:30-നും. മോനെ, ഭാവന എവിടെയാ നിൽക്കണ്ടെന്നുള്ളത് മോൻ തന്നെ തീരുമാനിക്കേ. അവക്ക് വേണ്ടിയുള്ള ഏത് തീരുമാനത്തിനും ഞാൻ തയ്യാറാ. എവിടെയാണെങ്കിലും എന്റെ മോള് സുരക്ഷിതയായിരിക്കണം. എനിക്കത്രേ പറയാനുള്ളൂ. ഏട്ടാ, ഏട്ടൻ തന്നെ ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി. എനിക്ക് മാത്രമായിട്ടൊന്നും പറയാനില്ല ഭരത്. നീ പറയണ്ട. എന്തായാലും ഞങ്ങൾ പോയി ഭാവന ഒന്ന് കാണട്ടെ. ദേവേട്ടൻ വാ. എന്താ മോനെ ഇത്? ഞങ്ങൾ എന്ത് ചെയ്യണം? അല്ല ആന്റി, ഇവിടെ ഞാൻ എന്താ പറയേണ്ടത്? ഇപ്പൊ ഭാവന തന്നെ പറയട്ടെ. അതാമേ നല്ലത്. നമ്മളൊന്നും വിചാരിക്കുന്നതായിരിക്കത്തില്ല ഭാവനയുടെ തീരുമാനം. ഇപ്പോ ഭാവനയ്ക്കും ശരിക്കും പേടി തോന്നിയിട്ടുണ്ട് ആന്റി. ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് അവളും കരുതിയില്ലല്ലോ. ആന്റിയും ഭാനുവും ഒരാപത്തും കൂടാതെ തിരിച്ചു വന്നില്ലേ? അതിലും വലിയൊരു ഭാഗ്യം ഭാവനയ്ക്കോ നമുക്ക് ആർക്കെങ്കിലുമോ കിട്ടും. ശരിയെന്നാ. അമ്മേ, പാനു ഇരിക്കും. എന്താ മോളെ ഇത്? നീ എന്താ ഞങ്ങളെ വീണ്ടും വീണ്ടും പരീക്ഷിക്കുകയാണോ? എന്താണോ സംഭവിക്കരുതെന്ന് കരുതിയത് അതാ ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നേ. ഒന്നും മനഃപൂർവ്വമല്ലല്ലോ ആന്റി. അമ്മയുടെയും ഭാനുവിന്റെയും സ്ഥാനത്ത് ആന്റി ആണെങ്കിലും ഞാനത് ചെയ്യൂ. ഒരാപത്ത് വരുമ്പോ മുന്നും പിന്നൊന്നും ആരും ചിന്തിക്കില്ലേ? ഭാവനയ്ക്ക് സംഭവിച്ചു അത് തന്നെ. മോളിനി ഇതിന്റെ പേരിൽ വിഷമിക്കൊന്നും വേണ്ട. ഞാൻ എന്റെ മനസ്സിലുള്ളത് ചോദിച്ചെന്നേ ഉള്ളൂ. ആന്റി ചോദിച്ചാലൊരു തെറ്റുമില്ല ആന്റി. ആന്റിയുടെ സ്ഥാനത്ത് ഞാനായാലും ഇങ്ങനൊക്കെ ചോദിക്കും. അത് മതി മോളെ. അപ്പൊ പിന്നെ എന്റെ ചിന്താഗതികളിൽ തെറ്റൊന്നുമില്ലല്ലോ. പുറത്ത് ചെറിയൊരു യുദ്ധം കഴിഞ്ഞിട്ടാ നിന്റെ ആന്റി വരുന്നേ. എന്നെ വീട്ടിലേക്ക് കൊണ്ടുവന്നതിനെ കുറിച്ചല്ലേ? അതേ മോളെ. മോളുടെ ആവശ്യങ്ങളെല്ലാം കഴിയുമ്പോ ഞാൻ പറയുന്ന പോലെ കേട്ട് എന്നോടൊപ്പം വന്ന് നിക്കാന്നല്ലേ പറഞ്ഞത്? അതെ ആന്റി. അതിനെന്താ, ഞാൻ വന്ന് നിൽക്കുന്നതന്നല്ലേ പറഞ്ഞത്. പിന്നെ ഗായത്രി സേതും നിന്നെ എന്നോടൊപ്പം വിടില്ലെന്നാണല്ലോ പറഞ്ഞത്. ആന്റിക്ക് വാക്ക് തന്നത് ഞാനല്ലേ? എന്താ ആന്റി, നമ്മൾ തമ്മിലുള്ള വാക്ക് പാലിക്കേണ്ടത് നമ്മളല്ലേ? പിന്നെന്തിനാ ഇങ്ങനൊരു സംസാരം? ഇപ്പൊ എങ്ങനെയുണ്ട്? നീ ഇത്ര നേരം അവിടെ കിടന്ന് ചാടി തുള്ളിയിൽ എന്തെങ്കിലും കാര്യമുണ്ടോ? ഞാൻ അറിഞ്ഞോ ഭാവന ഇങ്ങനെ പറയുമെന്ന്? ആന്റിയോട് ഞാൻ പറഞ്ഞിട്ടുള്ളതൊന്നും ഞാൻ മറന്നിട്ടില്ല. പിന്നെ എന്റെ ആ പഴയ ആന്റിയെ തിരിച്ചു കിട്ടുമ്പോ ഞാൻ ആന്റിയുടെ അടുത്ത് നിൽക്കാതിരിക്കോ? ആന്റി, എന്റെ അമ്മയും സേതുവേട്ടനൊക്കെ വെറും പാവങ്ങളാ. അവർക്ക് സ്നേഹിക്കാനേ അറിയൂ. ആന്റി അവിടെ സംസാരിച്ച കാര്യം ഒന്ന് സ്നേഹത്തോടെ സംസാരിച്ചിരുന്നെങ്കിൽ അപ്പ എനിക്ക് മനസ്സിലാവും അമ്മയുടെയും സേതുവേട്ടൻ്റെ ഒക്കെ യഥാർത്ഥ സ്വഭാവം. സൂര്യ, ഇവിടെ വന്നപ്പോ നിന്റെ അമ്മ ഫ്ലാഷ്. അത് പിന്നെ എനിക്കറിയില്ല. സോറി മോളെ, ഞാൻ കുറച്ച് ഓവറായി പോയെന്നൊരു സംശയം. അല്പമൊന്നുമല്ല, കുറച്ച് കൂടുതലായിരുന്നു. ആ, നിങ്ങൾ സംസാരിക്കേ, ഞാൻ പുറത്തുണ്ടാവും. നിന്റെ അമ്മ എനിക്ക് മനസ്സിലാവുന്നില്ലല്ലോ മോനെ. അച്ഛന് മനസ്സിലായില്ലെങ്കിൽ പിന്നെ എനിക്ക് എങ്ങനെ മനസ്സിലാവുക? ആ, അത് ശരിയാണല്ലോ.
എന്നാ പിന്നെ ഞാൻ പുറത്തുക. എന്താ സൂര്യ, എന്തൊക്കെയാ ഇവിടെ നടക്കുന്നത്? എനിക്കറിയില്ല ഭാവന. ഓരോരുത്തരും ഓരോ കഥാപാത്രങ്ങള്. ആരുടെ സ്വഭാവം എപ്പോഴാ മാറുന്നെന്ന് പറയാൻ പറ്റില്ല. സത്യം പറഞ്ഞ അമ്മ ഇപ്പൊ അടിയറവ് പറഞ്ഞിരിക്കുന്ന തന്റെ മുന്നില്, തന്റെ സ്നേഹത്തിന് മുന്നിലായിരിക്കും പറയുന്നതായിരിക്കും ശരി. വലിയ ചെലവില്ലാത്ത ഒരേ ഒരു മരുന്നാ സൂര്യ, സ്നേഹം. അത് കൊടുക്കേണ്ട രീതിയിൽ കൃത്യമായിട്ട് കൊടുത്താ ഏതൊറ്റാനെയും വീഴ്ത്താന്ന അറിവുള്ളവര് പറയുന്നത്. അറിവുള്ള വ്യക്തിയുടെ പേര് ഭാവന എന്നാണോ? എന്തായാലും ഒരു വലിയ മഴ പുറത്ത് പെയ്തു തോർന്നു. നമ്മുടെ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിക്കുമെന്നൊരു പേടി എനിക്കുണ്ടായിരുന്നു ഭാവന. പിന്നെ ഞാനത് എന്നോട് പറയാതിരുന്നത്. എന്റെ ഉള്ളിൽ അങ്ങനെ ഒരു പേടിയില്ലായിരുന്നു സൂര്യ. മറിച്ച് മറ്റേതോ ഒരു ശക്തി എന്നെ സമാധാനിപ്പിക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തത്. ഈശ്വരൻ നമ്മളെ എങ്ങനെ കൈവിടുവോ സൂര്യ? ഞാൻ പോയി ഡോക്ടറെ ഒന്ന് കണ്ടിട്ട് വരാം. അവര് നോക്കിയിട്ട് പറയാന്നാ പറഞ്ഞേ. അമ്മ, ഇനി പേടിക്കാനൊന്നുമില്ല. ഭാവനയ്ക്കിപ്പോ ആവശ്യം റെസ്റ്റാ, പിന്നെ മനസ്സിന്റെ സന്തോഷവും. എന്തുകൊണ്ടാണ് ഭാവനയ്ക്ക് ഇങ്ങനെ സംഭവിച്ചതെന്ന് ഇപ്പോഴാ സൂര്യ പറഞ്ഞത്. ഇനി 2 മണിക്കൂറൂടെ കഴിഞ്ഞിട്ട് ഭാവനയെ കൊണ്ടുപോയാൽ മതി. എന്തായാലും ഭാവനയെ പോലെ ഒരു മകളെ പ്രസവിച്ച നിങ്ങളും ഭാവനയെ പോലെ ഒരു മരുമകളെ കിട്ടിയ നിങ്ങളും ഭാഗ്യം ചെയ്തവരാണെന്നേ ഞാൻ പറയൂ. പരസ്പരം മുൻവിദ്വേഷങ്ങളൊക്കെ മറന്ന് സന്തോഷത്തോടെ വേണം ഇവിടുന്ന് പോവാൻ. അതിനിവിടെ ആർക്കും വിദ്വേഷമൊന്നുമില്ലല്ലോ ഡോക്ടർ. സൂര്യ, എന്നാ നീ ഇവരെ കൊണ്ട് വന്നാൽ മതി, ഞാൻ പോവാ. ഞാനും കൂടെ വരുന്നു ദേവേട്ടാ. അപ്പൊ ഭാവനയോ? ഭാവന ഗായത്രിയുടെ ഒപ്പം പോട്ടെ. അതെ ഗായത്രി,